ഞാനൊരു നിർധന കുടുംബത്തിലാണ് ജനിച്ചത്. വിദ്യാഭ്യാസ കാലത്ത് ഒരു ദിവസം പോലും ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉണ്ടായിരുന്നില്ല. അത് കാരണം കൊണ്ട് തന്നെ 3 പ്രാവശ്യം എൻ്റെ പഠനം നിർത്തി. ഒത്തിരിയേറെ സഹനങ്ങളിലൂടെ ഞാൻ കടന്നുപോയെങ്കിലും ഞാൻ ആവോളം പഠിച്ചു. 3 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തു. അതിനുശേഷം എൻ്റെ സഹനത്തിൻ്റെയും സ്ഥിരോത്സാഹത്തിൻ്റെയും ഫലമായി സംസ്ഥാന സർക്കാർ ബെസ്റ്റ് ടീച്ചർ സ്റ്റേറ്റ് അവാർഡ് നൽകി എന്നെ ആദരിച്ചു. പക്ഷേ ആ സർക്കാർ തന്നെ എൻ്റെ ആത്മശക്തിയുടെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും അതുപോലെ തന്നെ പാരമ്പര്യ വൈദ്യത്തിൻ്റെയും ശക്തി ഉപയോഗിച്ചുകൊണ്ട് അനേകായിരങ്ങളെ ജീവിതത്തിലേക്ക് പിടിച്ചു കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതിൻ്റെ പേരിൽ എന്നെ 28 ദിവസം വിയൂർ സെൻട്രൽ ജയിലിലടച്ചു. 18 ദിവസം പൈങ്കുളത്ത് മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടക്കാൻ ഞാൻ നിർബന്ധിതയായി. എല്ലാവരാലും ഞാൻ ഒറ്റപ്പെട്ടു. ജയിൽ പുള്ളിയെ സ്നേഹിക്കാനായിട്ട് മടിക്കുന്ന ബന്ധുക്കൾ. പക്ഷേ ഞാൻ തളരില്ല. കാരണം നമ്മുടെ കൺമുമ്പിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ പിടഞ്ഞു മരിക്കുമ്പോൾ ഉണ്ടാവുന്ന വേദന അത് സഹിക്കാവുന്നതിലപ്പുറമാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി എന്ത് സഹിക്കേണ്ടി വന്നാലും ഞാൻ ലോക ജനതയുടെ ആരോഗ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നുള്ള നിശ്ചയദാർഢ്യം എടുത്തിരിക്കുകയാണ്. എന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും അതിൽ നിന്നെല്ലാം ശക്തി ആർജിച്ചുകൊണ്ട് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിൽ എത്താനായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ കഷ്ടപ്പാടുകളും ഓരോ വേദനകളും ഉന്നതങ്ങളിലേക്ക് ഉയരാനായിട്ടുള്ള ചവിട്ടുപടിയായിട്ട് ഞാൻ കണക്കാക്കുകയും അതിനെ ബുദ്ധിമുട്ടായിട്ടല്ല കണക്കാക്കിയത്, എൻ്റെ നേട്ടത്തിനുള്ള ചവിട്ടുപടിയാണിത് എന്ന വിചാരത്തോടു കൂടി ഉയർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും. എനിക്ക് വിജയിക്കണം, ഞാൻ ശരിയാണെന്ന് ലോകം അറിയണം, ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ലോകം അറിയണം. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും, ആരെന്നെ ഒറ്റപ്പെടുത്തിയാലും ആരെന്നെ കുറ്റപ്പെടുത്തിയാലും ദൈവം എന്നിൽ അർപ്പിച്ചൊരു ദൗത്യമാണെന്നാണ് ഞാനത് വിചാരിക്കുന്നത്. ആരെന്നെ തളർത്താൻ ശ്രമിച്ചാലും ഞാൻ ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കും. കാരണം ഞാൻ തീയിൽ മുളച്ചതാ, വെയിലത്ത് പാടില്ല. ലോകം ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ലക്ഷ്യം നേടാനായിട്ട് എനിക്ക് സാധിക്കും. ഞാൻ വിജയിക്കും. അതിന് ഞാൻ ലോക ജനതയുടെ ആവേശമായി മാറും. ഞാൻ പറയുന്നത് സത്യം എന്താണെന്ന്, ഞാൻ പറയുന്നതിൻ്റെ സത്യം മനസ്സിലാക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതാനുഭവം മറ്റുള്ളവർക്കൊരു മാതൃക ആവട്ടെ, മറ്റുള്ള സ്ത്രീകൾക്ക് പിടിച്ചു നിൽക്കാനായിട്ട് ശക്തി പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ എൻ്റെ അനുഭവം മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ട് ഒരു ആവേശമായി തീരാനായിട്ട് ശ്രമിക്കുക. ഒരാൾക്കെങ്കിലും നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ജീവിതം എന്ന് പറയുന്നത് നമുക്ക് അനുഭവിച്ച് തീർക്കാനുള്ളതല്ല, വിജയിച്ച് നേടാനുള്ളതാണ് എന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടുകൂടി പ്രവർത്തിക്കാനായിട്ട് നമ്മളെല്ലാ സ്ത്രീകൾക്കും ഒരു ഉത്തേജനമാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.